കഴിഞ്ഞ ദിവസം UPI ഓട്ടോ പേ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ UPI ഹെൽപ്പ് പോർട്ടലിനെ പറ്റി ഒരു സെക്ഷൻ കൂടി ആഡ് ചെയ്തിരുന്നു. NPCIയുടെ ഒരു ഡെഡിക്കേറ്റഡ് പോർട്ടലാണ്. സോ ആ ഒരു വീഡിയോ കണ്ടവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം, കാരണം ആ ഒരു സെയിം കണ്ടന്റ് തന്നെയാണ് UPI ഹെൽപ്പ് പോർട്ടലിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇത് എഗെയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരെക്കാൾ കൂടുതൽ വീഡിയോ സെർച്ച് ചെയ്ത് വന്ന് കാണുന്നവരാണ്, കീവേഡ്സ് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് വന്ന് കാണുന്നവരാണ് കൂടുതലും. സോ അവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്, കാരണം നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കീവേഡ്സും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ UPI ഹെൽപ്പ് പോർട്ടൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് കീവേഡ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി അഗെയിൻ ചെയ്യുന്നത്. ഇനി മുൻപ് ചെയ്ത വീഡിയോ കാണാത്തവരാണെങ്കിൽ UPI ഹെൽപ്പ് പോർട്ടൽ NPCIയുടെ ഒരു ഡെഡിക്കേറ്റഡ് പോർട്ടലാണ്. UPI ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് അത്യാവശ്യം പല കാര്യങ്ങളും ഈ ഒരു പോർട്ടൽ വഴി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയുള്ളൊരു പോർട്ടലാണ് UPI ഹെൽപ്പ് പോർട്ടൽ. ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് നമ്മുടെ UPIയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ കുറച്ച് ബെഞ്ച് ഓഫ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഒന്നാമതൊരു ഫീച്ചർ, നമുക്ക് UPIയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് Q&A സെക്ഷൻ തന്നെ നമുക്ക് ഈ ഒരു പോർട്ടലിൽ ലഭ്യമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് UPI കണ്ടന്റ് മാനേജ്മെന്റ് ആണ്. നമ്മൾ UPI ഓട്ടോ പേ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് അത് ഇവിടെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ UPI ഓട്ടോ പേ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ പേ വഴി ആയിക്കോട്ടെ, ഫോൺ പേ വഴി ആയിക്കോട്ടെ, Paytm വഴി ആയിക്കോട്ടെ, ഭീം വഴി ആയിക്കോട്ടെ, അങ്ങനെ ഏത് UPI ആപ്പ് വഴി നിങ്ങൾ UPI ഓട്ടോ പേ സെറ്റ് ചെയ്തതാണെങ്കിലും അത് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് മാനേജ് ചെയ്യാം. ഈ ഒരു പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, UPIയുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയൊക്കെ ആണ് നമ്മൾ UPI ഓട്ടോ പേ ഉപയോഗിച്ചിരിക്കുന്നത്, അത് ആക്റ്റീവ് ആണോ, അതുപോലെ തന്നെ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ തന്നെ ഏത് UPI ആപ്പ് വഴിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. എമൗണ്ട് അറിയാം, മർച്ചൻ്റ് അറിയാം, അങ്ങനെയുള്ള ബെഞ്ച് ഓഫ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി തന്നെ അറിയാനായിട്ട് സാധിക്കും. മറ്റൊരു ഫീച്ചർ നമ്മുടെ UPI നമ്പർ ട്രാക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ UPI വഴി ഫണ്ട് അയക്കാനായിട്ട് സെയിം UPI ആപ്പ് തന്നെ ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മളുടെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെൻഡ് ചെയ്യുന്ന വ്യക്തി ഉപയോഗിക്കുന്ന സെയിം പ്ലാറ്റ്ഫോമിലായിരിക്കില്ല നമുക്ക് പേയ്മെൻറ്റ് വരും. നമ്മളുടെ മൊബൈൽ നമ്പർ മാപ്പ് ചെയ്തിരിക്കുന്ന UPI പ്ലാറ്റ്ഫോം ഏതാണ് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് വരുന്നത്. സോ നമ്മുടെ UPI നമ്പർ നമ്മൾ ഏത് ആപ്പിലാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ആപ്പിലായിരിക്കും ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു ആപ്പിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. പലർക്കും ഇപ്പോഴും ഡൗട്ടാണ് എൻ്റെ UPI നമ്പർ ഏത് ആപ്പിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഒരു പോർട്ടൽ ഉപയോഗിച്ച് നമുക്കത് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് UPI നമ്പർ എവിടെയാണ് നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ മറ്റൊരു ഫീച്ചർ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നടന്നിരിക്കുന്ന UPI ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് ട്രാക്ക് ചെയ്യാം. നമ്മൾ അയച്ച ഫണ്ട്, നമ്മൾ റിസീവ് ചെയ്ത ഫണ്ട്, ആരാണ് അയച്ചത്, ഏത് UPI ആപ്പിലേക്കാണ് അത് ക്രെഡിറ്റ് ചെയ്തത്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള കുറച്ച് ബെഞ്ച് ഓഫ് ഫീച്ചേഴ്സാണ് ഇപ്പോൾ നിലവിൽ UPI ഹെൽപ്പ് പോർട്ടലിൽ ലഭ്യമായിട്ടുള്ളത്. നമുക്ക് UPI ഹെൽപ്പ് പോർട്ടൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഇതാണ് NPCIയുടെ UPI ഹെൽപ്പ് പോർട്ടൽ, upihelp.npci.org.in. നമുക്കിപ്പോൾ നിലവിൽ മലയാളത്തിൽ അവൈലബിൾ അല്ല, ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ മറാഠി, അങ്ങനെ ഒരു 4 ലാംഗ്വേജസ് അവൈലബിൾ ആണ്. നമുക്ക് ഇതിനകത്ത് നമ്മളുടെ UPIയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഈ ഒരു സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്യുക, ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ബോക്സ് ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരും, OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതാണ് UPI ഹെൽപ്പ് പോർട്ടൽ. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് അതിൻ്റെ തീം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. പിന്നെ ആദ്യത്തെ ഫീച്ചർ ആസ്ക് AI അസിസ്റ്റൻ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചോദിക്കാം. UPI റിലേറ്റഡ് ഇഷ്യൂ, പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത്, പിന്നെ ഓട്ടോ പേ സ്റ്റാറ്റസ്, ആ ഒരു മെനുവിലേക്ക് പോകാനാണ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഫ്രോഡ് അവയർനെസ്സിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോകാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ട് UPI ID അറിയാനായിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. UPI റിലേറ്റഡ് ഇഷ്യൂ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എൻ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഏത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷനിലാണ് ഇഷ്യൂ ഉള്ളത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ലാസ്റ്റ് 4 ഡിജിറ്റ് എൻ്റർ ചെയ്യുക. വെരിഫൈ ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ നടന്നിരിക്കുന്ന UPI ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ആയിട്ട് വരും. ലാസ്റ്റ് 60 ഡേയ്സിലെ ട്രാൻസാക്ഷൻസ് ആണ് ലിസ്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് മുകളിൽ അക്കൗണ്ട് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്, ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ലാസ്റ്റ് 7 ഡേയ്സിലെ ട്രാൻസാക്ഷൻ
ട്രാൻസാക്ഷൻ മതിയെങ്കിൽ ആ രീതിയിൽ അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം, അല്ലെങ്കിൽ എമൗണ്ട് വൈസ് ഫിൽട്ടർ ചെയ്യാം. മോഡ് UPI ഓട്ടോ പേ ആണോ ബാങ്ക് അക്കൗണ്ട് ആണോ ആ രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഇവിടെ എന്നിട്ട് ഒരു ക്വറി എൻ്റർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മണി ഡെബിറ്റഡ് നോട്ട് ക്രെഡിറ്റഡ് ആണെങ്കിൽ മണി ഡെബിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ടു ദി റെസിപ്പിയൻറ്റ്. അപ്പോൾ ഇതിനകത്ത് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ട്രാൻസാക്ഷൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ നമ്പർ കിട്ടും. ട്രാൻസാക്ഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ട്രാൻസാക്ഷൻ ID എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. ട്രാൻസാക്ഷൻ എമൗണ്ട്, ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ്, ആ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാം. സോ ഈ രീതിയിൽ നമുക്കൊരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് വേണമെങ്കിൽ നിങ്ങളെ UPI അവരുടെ ഒരു ഹെൽപ്പ് സിസ്റ്റമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഡെയിലി UPI ട്രാൻസാക്ഷൻ ലിമിറ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആൻസർ നമുക്ക് ലഭിക്കും. 1,00,000 രൂപയാണ് ഡെയിലി ലിമിറ്റ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ UPI ലൈറ്റ്, UPI സർക്കിൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഒരു ഉത്തരം ആയിട്ട് ലഭിക്കും. ഈ രീതിയിൽ നമുക്ക് AI അസിസ്റ്റൻറ്റിനോട് നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ UPI ഓട്ടോ പേ ആണ്. UPI ഓട്ടോ പേയിൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന UPI ഓട്ടോ പേ ആണെങ്കിൽ നമുക്കതിവിടെ കാണാം. ഏത് മർച്ചൻറ്റിലാണ് നമ്മൾ UPI ഓട്ടോ പേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആപ്പിൾ മീഡിയ ആണ്. എമൗണ്ട് എത്രയാണ്, ഇത് ഏത് ആപ്പ് വഴിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഭീം ആപ്പ് വഴിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ലിങ്കായി കിടക്കുന്ന ബാങ്ക് അക്കൗണ്ട്, അതായത് പൈസ പോകുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണ്, ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിപ്പോൾ നിലവിൽ എത്ര തവണ എക്സിക്യൂട്ടായി, എത്ര രൂപ ഇതുവരെ ഡെബിറ്റായി, ഏത് ഡേറ്റ് വരെയാണ് ഇത് വാലിഡിറ്റി ഉള്ളത്, അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ. കാരണം ഇത് പോസ്റ്റ് ചെയ്യാനാണെങ്കിലും ക്യാൻസൽ ചെയ്യാനാണെങ്കിലും ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പോസ്റ്റ് ആണെങ്കിൽ ഒരു ഏത് തീയതി വരെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു QR കോഡ് വരും. നമുക്ക് ഓൾറെഡി ഏത് ആപ്പിലാണ് ഇത് സെറ്റ് ആയിരിക്കുന്നത് അറിയാനായിട്ട് സാധിക്കും ഈ ഒരു പോർട്ടൽ വഴി. സോ ആ ഒരു ആപ്പിൻ്റെ QR കോഡ് സ്കാനർ ഓപ്പൺ ചെയ്ത് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. ക്യാൻസൽ ചെയ്യാനാണെങ്കിലും സെയിം ആണ്. നമുക്ക് ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെയിം രീതിയിൽ QR കോഡ് വരും, അത് സ്കാൻ ചെയ്യുക. സോ ഈ രീതിയിൽ നമുക്ക് UPI ഓട്ടോ പേ നമുക്ക് എളുപ്പത്തിൽ മാനേജ് ചെയ്യാം. ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന UPI ഓട്ടോ പേ ആണെങ്കിലും അത് ആക്റ്റീവായി കിടക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാം. ഏത് ആപ്പിലാണെന്ന് അറിയാം, ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോകുന്നതെന്ന് അറിയാം, പൈസ പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ഇതുവരെ മൊത്തം പോയി എന്നറിയാം. അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും അറിയാം. അത് പോസ്റ്റ് ചെയ്യാനും അത് ക്യാൻസൽ ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് വരുന്നത് UPI നമ്പറാണ്. ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെ മൊബൈൽ നമ്പർ ആയിരിക്കും UPI നമ്പർ. അപ്പോൾ ജസ്റ്റ് ആരെങ്കിലും നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു UPI നമ്പർ ഏത് ആപ്പിലാണോ മാപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു ആപ്പിലായിരിക്കും നമുക്ക് എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഒരാൾ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു എന്ന് കരുതി നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് തന്നെ അത് വരണമെന്നില്ല. നിങ്ങളുടെ UPI നമ്പർ എവിടെയാണോ സെറ്റായി കിടക്കുന്നത് അതിലേക്കായിരിക്കും വരുന്നത്. ആ ഒരു ആപ്പിലായിരിക്കും ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതും ആ ഒരു ആപ്പിൽ നിങ്ങൾ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നതും. ഈ ഒരു സെക്ഷൻ വഴി, ഈ ഒരു പോർട്ടലിലെ ഈ ഒരു സെക്ഷൻ വഴി ഏത് ആപ്പിലാണ് ഇപ്പോൾ നിലവിൽ നമ്മളുടെ UPI നമ്പർ മാപ്പായി കിടക്കുന്നതെന്ന് അറിയാം. ഇപ്പോൾ ഇവിടെ എൻ്റെ കേസിൽ ഗൂഗിൾ പേയിലാണ്. ആ ഒരു ഗൂഗിൾ പേയിൽ ഇപ്പോൾ നിലവിൽ എൻ്റെ ഡീഫോൾട്ടായിട്ട് ലിങ്ക് കിടക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണെന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. UPI ആപ്പ് ഓപ്പൺ ചെയ്യുക, പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന UPI ട്രാൻസാക്ഷൻ ആണ്. നേരത്തെ കണ്ട ഒരു സെക്ഷൻ തന്നെയാണ്. ജസ്റ്റ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നടന്നിരിക്കുന്ന UPI ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ലിസ്റ്റായിട്ട് വരും. ലാസ്റ്റ് 60 ഡേയ്സിലെ UPI ട്രാൻസാക്ഷനാണ് ലിസ്റ്റ് ചെയ്തു വരുന്നത്. ഇപ്പോൾ അക്കൗണ്ട് സ്വിച്ച് കൊടുത്തു. സോ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നടന്നിരിക്കുന്ന ലാസ്റ്റ് 60 ഡേയ്സിൽ നടന്നിരിക്കുന്ന UPI ട്രാൻസാക്ഷൻ സീരീസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് മൈ കംപ്ലയിൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഓപ്പൺ ആയിരിക്കുന്ന കംപ്ലയിൻറ്റ്, ആക്ഷൻ എടുത്തിരിക്കുന്ന കംപ്ലയിൻറ്റ്. ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റൈസ് എ ന്യൂ കംപ്ലയിൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ നമുക്ക് അക്കൗണ്ട് സ്വിച്ച് ചെയ്യാം. ഏത് ബാങ്ക് അക്കൗണ്ടിൽ നടന്നിരിക്കുന്ന UPI ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടാണ് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്ത് പോവുക. അതിനുശേഷം നേരത്തെ കണ്ട രീതിയിൽ ക്വറി ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത്, അതായത് ട്രാൻസാക്ഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പോർട്ടലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി